അധ്യക്ഷൻ പ്രസംഗിച്ചപ്പോൾ അമ്പരന്നു. എൻ്റെ ഈ തെരഞ്ഞെടുത്ത ലേഖനങ്ങളുടെ സമാഹാരത്തിൽ ആരാണ് ഈ സുന്നത്ത് കഴിച്ചത്? അത് കെ സി നാരായണനാണോ അതിന്റെ പ്രസാധകനായ DC രവിയാണോ? ആ സുന്നത്ത് ആര് കഴിച്ചതാണ് എന്നൊന്ന് അന്വേഷിക്കണം. ഞാനിവിടെ ഇങ്ങനെ ആലോചിക്കരുത്. ഞങ്ങളുടെ നാട്ടില് കുടിയത്തൂർ സ്ഥലത്തങ്ങനെ പോകുമ്പോൾ അവിടെ ഉസ്സാൻ ഉമ്മർ എന്ന് പറഞ്ഞാൽ വളരെ രസികനായ ഒരു കക്ഷി. മൂപ്പര് ഞാനിങ്ങനെ BA പഠിക്കുകയാണ്, MA പഠിക്കുകയാണ്, PhD പഠിക്കുകയാണ്, കോളേജ് ലെക്ചറാണ്. അപ്പൊ അദ്ദേഹം വയസ്സായി വരികയാണ്, ഞാനിങ്ങനെ മൂത്ത് വരാണ്. അപ്പൊ എപ്പോ കാണുമ്പോഴും ആളുള്ളോട് നിന്നോട് പറയും, എടാ ഈ വലിയ എൻ്റെ അടുത്ത് വലിയ മൂപ്പനാവരുത് കേട്ടോ. എന്താ എൻ്റെ അത് മൂർച്ച ഞാനാ. അപ്പൊ എനിക്ക് എന്റെ ഈ തുഞ്ചം മുറിച്ച വകയില് എന്റെ വ്യക്തിത്വത്തിന്റെ പുറത്ത് അദ്ദേഹം എന്നേക്കുമായി സ്ഥാപിച്ച ആ ഒരു അധികാരം ആ അങ്ങാടി കൂടെ പോകുമ്പോൾ മുണ്ടഴിഞ്ഞു പോകുന്ന വഴിയാണ് എനിക്ക് വലിയ സന്തോഷം. കാരണം അങ്ങനെ നമ്മളെ പറ്റി അവകാശപ്പെടാനും അധികാരം കാണിക്കാനും ഒരു ഉസ്താൻ മുഹമ്മദ് ഉണ്ട്. അദ്ദേഹം പാവം മരിച്ചുപോയി, എന്നോട് വലിയ മനസ്സിലായി. അതുകൊണ്ട് ഞാനത് അമ്പലക്കാണ്. ഞാൻ കെ സി നാരായണനെ വിളിച്ച് പറയാം. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് മഞ്ചേരി സാറും രവീന്ദ്രനും ചന്ദ്രശേഖരനും സുഹൃത്തുക്കളൊക്കെ കൂടി മാതൃഭാഷാ ദിനത്തിൽ തന്നെ ഇതിന്റെ ഒരു പ്രകാശനം വെച്ചു. എനിക്ക് വളരെ പ്രിയപ്പെട്ടവരും എനിക്ക് വിലപ്പെട്ടവരും ആയ എഴുത്തുകാരും സുഹൃത്തുക്കളും ആയ ആളുകളൊക്കെ പങ്കെടുത്ത് ജി കുമാരപിള്ളയുടെ മനോഹരമായ ഒരു കവിതയിൽ അദ്ദേഹം ഭാരതാംബയ്ക്ക് വേണ്ടി വിളിക്കുന്നു. അവര് എന്നോട് പേരും ചേർത്ത് വിളിച്ചാരല്ലോ എന്ന് അദ്ദേഹം തൊണ്ടയിടറിക്കൊണ്ട് പറയും. കാരണം ജാഥ പോവാണ്, ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചു പോകുന്ന കൂട്ടത്തിൽ ഒരു വഴിയോരത്ത് കല്ലിന്റെ മുകളിൽ നിന്ന് ഇവർക്ക് വേണ്ടി പാടാൻ വേണ്ടി കുമാരപിള്ള പാട്ടുണ്ട്. ആ പാട്ടിൽ അവർ പോകുമ്പോ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്ന കൂട്ടത്തിൽ കുമാരപിള്ള കി ജയ് എന്ന് വിളിക്കും. അപ്പൊ പിന്നീട് അതിനെപ്പറ്റി എഴുതാണ്, എന്നോട് പേരും ചേർത്ത് വിളിച്ചാരല്ലോ. പിന്നെ കൽത്തള വെട്ടി കാരാകാരം വിട്ടു വരുന്നൂർ അബ്ദുൾ റഹ്മാൻ സാഹിബിനായി സിന്ദാബാദ് വിളിച്ചേരല്ലോ എന്ന് പറഞ്ഞ് പിന്നെ ആ ജാഥയെ പറ്റി അടുത്ത പാട്ട് എന്ന മാതിരി ഈ മലയാളത്തെ പറ്റി പറയുന്ന കൂട്ടത്തില് വാസ്തവത്തില് എന്നോട് പേരും ചേർത്ത് പറഞ്ഞാരല്ലോ എന്ന് എനിക്ക് എന്നേക്കും ഓർമ്മിക്കുവാനുള്ള ഒരു സായാഹ്നം തന്നതിന് ഈ ഡൽഹി മലയാളികളുള്ള എൻ്റെ കടപ്പാട് എന്ന് പറഞ്ഞാൽ പോരാ, വാസ്തവമായ കടപ്പാട്. അങ്ങനെ ഈ ഭാഷയിൽ എന്ത് വാക്ക് എന്ത് വികാരം പറയുമ്പോഴും അത് വാസ്തവത്തിലുള്ളതാണെന്ന് വിശേഷിപ്പിച്ച് പറഞ്ഞില്ല. എന്താ ചെയ്യുന്നത്? സാർ ഇതിനൊരു വിധി പറയണം. സാറ് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ആളാണ്. മാതൃഭാഷാ ദിനം ഒക്കെ എല്ലാം അവസാനിച്ചു പോകുമ്പോൾ ഒക്കെ നിരർത്ഥകമായി നിഷ്ഫലമായി തീരുമ്പോൾ എന്ത് ബാക്കിയാവും? ഭാഷ രാഷ്ട്രീയത്തെക്കാളും മതത്തെക്കാളും ജാതിയെക്കാളും മറ്റെന്തിനേക്കാളും പ്രധാനമാണ് എന്ന് ഒരു ഘട്ടത്തിൽ കുറച്ച് സർവകലാശാല വിദ്യാർത്ഥികൾ ലോകത്തോട് പറഞ്ഞു. ആ ദിവസമാണെന്ന് 1952 ഫെബ്രുവരി 21 ധാക്കയിലെ വിദ്യാർത്ഥികൾ പടിഞ്ഞാറൻ പാകിസ്ഥാനിലിരുന്ന് ഞങ്ങളുടേതല്ലാത്ത ഒരു ഭാഷയിൽ ഉറുദുവിൽ ഞങ്ങളെ ഭരിക്കാൻ പറ്റുകയില്ല എന്ന് അവിടുത്തെ ഭരണാധികാരികളോട് പറഞ്ഞു. അപ്പോ ഭാഷയ്ക്ക് വേണ്ടിയുള്ള ഈ സമരം വാസ്തവത്തിൽ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള സമരമാണ് എന്നും അതിന്റെ ഉള്ളടക്കം സ്വാതന്ത്ര്യ പ്രഖ്യാപനം തന്നെയാണ് എന്നും തിരിച്ചറിഞ്ഞ ബംഗ്ലാദേശിലെ തൊഴിലാളികളും കർഷകരും ആ സമരത്തിൽ പങ്കുചേരും. അന്ന് വെടിവെപ്പുണ്ടായി, 7 കുട്ടികൾ മരിച്ചു. അതോടുകൂടി ആ സമരം മൂക്കുക. കാരണം അതിന്റെ വിത്ത് നേരത്തെ പാകിസ്ഥാന്റെ പിറവി അറിയിച്ചുകൊണ്ട് ജിന്ന നടത്തിയ പ്രസംഗത്തിൽ തന്നെ ഉണ്ടായിരുന്നു. എന്താണെന്ന് ജിന്നയ്ക്ക് ഉറുദു അറിഞ്ഞുകൂടാ, അദ്ദേഹത്തിന്റെ മാതൃഭാഷയായ ഗുജറാത്തിയിൽ സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. അദ്ദേഹം പഠിച്ചതും പെരുമാറിയതും ഇംഗ്ലീഷാണ്. 15-ാമത്തെ വയസ്സിൽ
ജിന്ന ലണ്ടനിലെത്തുന്നത്. അദ്ദേഹം പാകിസ്ഥാന്റെ പിറവി അറിയിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം ഇംഗ്ലീഷിലായി. പിന്നീട് ഒരാൾ അതിന്റെ ഉറുദു പരിഭാഷ വായിക്കണ്ടായി. അന്ന് പറഞ്ഞ ഒരു വാക്യം എല്ലാ ബംഗാളികളുടെയും ചങ്ക് കൊണ്ടു. അന്ന് പറഞ്ഞത് നമ്മുടെ രാഷ്ട്രഭാഷ ഉറുദുവാണ്. അവർക്കതറിയില്ല. അവർക്കൊരു ഭാഷയുള്ളൂ, അത് ബംഗ്ലയാണ്. അപ്പോ എന്തിന്റെ പേരിലായി രാഷ്ട്രം ഉണ്ടായത്? അത് ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു മതവിഭാഗത്തിന് വേണ്ടി ഒരു രാഷ്ട്രം ഉണ്ടാവുക പാകിസ്ഥാൻ. അതിൽ നിന്നൊന്നും പഠിച്ചില്ല എന്ന് പിന്നീട് യഹൂദന്മാര് തെളിയിച്ചു. 48-ൽ അവരുടെ മതത്തിന് വേണ്ടി ഒരു രാഷ്ട്രം ഉണ്ടാക്കി. ആ ആലോചന നടക്കുമ്പോൾ ഗാന്ധി അത് ചോദിക്കുന്നു, എങ്ങനെയാണ് നിങ്ങളുടെ രാഷ്ട്രം തീരുമാനിക്കുക? നിങ്ങൾ എവിടെയാണോ ജനിച്ചത് അതല്ലേ നിങ്ങളുടെ രാഷ്ട്രം? ലണ്ടനിലും കൊച്ചിയിലും ഡൽഹിയിലും ന്യൂയോർക്കിലും ജനിച്ച യഹൂദനൊക്കെ ഒരു രാഷ്ട്രമാണ്. കാരണം ഈ തരത്തിലുള്ള ഏറ്റവും അപകടകരമായ ഒരു ആശയത്തിന് ഇന്ത്യ നേരത്തെ ജന്മം നൽകിയിട്ടുണ്ട്. കാരണം ദേശീയത എന്ന് പറയുന്നത് നിർണയിക്കുന്നത് മതമാണ്. റിലീജിയസ് നാഷണാലിസം. 40-ല് ലാഹോറിൽ ആ പ്രമേയം വരും. പിന്നീട് ചരിത്രം അതിനെ പാകിസ്ഥാൻ പ്രമേയം എന്ന് വിളിക്കും. ആ പ്രമേയത്തിനകത്ത് പാകിസ്ഥാൻ എന്നുള്ള വാക്കുമില്ല, അങ്ങനെ ഒരു തലക്കെട്ടുമില്ല. അന്ന് ഗാന്ധി ഒരു തമാശ ജിന്നോട് ചോദിച്ചത്, എന്റെ മകൻ മുസ്ലിമായി മതം മാറി, അതുകൊണ്ട് അയാൾ വേറെ രാഷ്ട്രത്തിലെ പൗരനായി പോകുന്നു. ലളിതമായ ചോദ്യം. ഗാന്ധിക്ക് പിന്നെ നമുക്കറിയാലോ, ലളിതമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്, നർമ്മമധുരമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോ ഇന്ന് വലിയ വക്കീലാണ്, വലിയ പണ്ഡിതനാണ്, വലിയ ഒറേറ്ററാണ്, വലിയ വാദപ്രതിവാദത്തിൽ വലിയ മൂപ്പനാണ്. പക്ഷെ ഈ ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ പടിഞ്ഞാറൻ പാകിസ്ഥാനിലിരുന്ന്, ജിന്നയുടെ ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്, അദ്ദേഹം പാകിസ്ഥാൻ രൂപം കൊണ്ടതിന് ശേഷം അദ്ദേഹം പിന്നെ കിഴക്കൻ പാകിസ്ഥാനിലേക്കോ ധാക്കയിലേക്കോ പോയിട്ടില്ല. ഒരു ബയോഗ്രാഫർ പറഞ്ഞത് ശരിയാണെങ്കിൽ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞതാണ്, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരം പാകിസ്ഥാനാണ്. അപ്പോ 52 ഫെബ്രുവരി 21 ധാക്കയിലെ വിദ്യാർത്ഥികൾ തുടങ്ങി വെച്ചൊരു സമരം. ആ സമരം 4 കൊല്ലം കഴിയുമ്പോൾ വിജയം കാണും. 56-ൽ പാകിസ്ഥാൻ ബംഗ്ലാദേശിലെ ഭാഷ ബംഗാളിയാണ് എന്ന് പറഞ്ഞു. അതോടുകൂടി പാകിസ്ഥാൻ രാഷ്ട്രീയം, മതരാഷ്ട്രീയം, മതേതര രാഷ്ട്രീയത്തിന്റെ വഴിക്ക് തിരിയാണ്. പിന്നെ നമുക്കറിയാം, മുക്തിബാഹിന് വരുന്നു, മുജീബുർ റഹ്മാൻ വരുന്നു. 71-ൽ ബംഗ്ലാദേശ് എന്ന് വേറെ ഒരു രാഷ്ട്രം ഉണ്ടാവുന്നു. വലിയ പാഠമാണ് ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ. കാരണം മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവസ്ഥ, അവയവം, പ്രശ്നം ഭാഷയാണ് എന്ന് ബംഗ്ലാദേശിന്റെ പിറവി കൃത്യമായി അടയാളപ്പെടുത്തി. കാരണം ഞാൻ വെറുതെ ചോദിച്ചു, നമ്മൾ ആരെ കണ്ടാലും നമ്മുടെ ഭാഷ തിരിയും. നമ്മളെ കണ്ടാൽ മലയാളിയാണ് തിരിയും, കണ്ടാൽ കമ്മ്യൂണിസ്റ്റ് ആണെന്നോ കോൺഗ്രസ് ആണെന്നോ തിരിയും, BJP ആണെന്നോ ലീഗ് ആണെന്നോ തിരിയും, നായരാണെന്നോ നമ്പൂരിയാണെന്നോ തിരിയും. ഇപ്പൊ തീരെ തിരിയില്ല. പണ്ടിപ്പോ കുടുംബയും പൂണൂലും ശേഷം പിടിക്കും സഹപാഠി. അപ്പോ ഇത് നിങ്ങളുടെ ജാതിയോ മതമോ മറ്റൊന്നും തിരിയില്ല. നിങ്ങളെ കണ്ടാൽ നിങ്ങൾ മലയാളിയാണ് എന്ന് തിരിയും. അപ്പൊ മലയാളം എന്ന് പറയുന്നത് ഈ നടക്കുന്ന ഞാനും നിങ്ങളും ഒക്കെ തന്നെയാണ്. നമ്മളിപ്പോ കേരളം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, മലയാളം സംസാരിക്കാൻ അറിയാത്ത ഇവിടുത്തെ മക്കളുടെ മക്കള് 2-3 തലമുറ കഴിയുമ്പോൾ വാസ്തവത്തിൽ അവര് മലയാളികളാണ് എന്ന് മറ്റുള്ളവർ അവരെ മനസ്സിലാക്കും. മലയാളികളാണ് എന്ന് അവർ സ്വയം വിചാരിക്കും. അവർക്ക് ആകെ അറിയുന്ന മലയാളം യേശുദാസിന്റെ പാട്ടോ, മലയാളം എന്ന് പറയുമ്പോൾ അശ്വതിയുടെ പാട്ടിന്റെ അത് മാതൃഭാഷ അമ്മിഞ്ഞപ്പാലാണ് എന്ന് പറയുന്നത് ഗാന്ധിയാണ്. ഗാന്ധിയനായ വള്ളത്തോള് ആ ആശയം എടുത്ത് അവതരിപ്പിച്ചു. അത് ഏറ്റവും സ്ഫുടതയോടുകൂടി ഉച്ചരിച്ചതിന്റെ ഒരു ആനന്ദം ഞാൻ എടുത്തു പറയണമെന്ന് വിചാരിക്കുക. യേശുദാസ് ജിദ്ദയിലോ അബുദാബിയിലോ പാട്ട് പാടുമ്പോൾ അറബികൾ ഓടിക്കൂടും. അപ്പൊ എന്താ വെച്ചാൽ
ഇത്ര ഭംഗിയായിട്ട്, ഇത്ര സ്ഫുടമായിട്ട് അറബി അല്ലാത്തൊരാൾ അറബി മൊഴിന്ന് കേൾക്കാനുള്ള ആനന്ദം കൊണ്ടാണ്. ഇതിലൊക്കെ അവർ സാധാരണഗതിയിൽ അവർക്ക് പിന്നെ പ്രേമം വന്നാലും ഉടനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും. അപ്പോ അങ്ങനെ യേശുദാസ് എന്ന് പറയുന്നത് അവിടുത്തെ ഒന്നുമല്ല, അദ്ദേഹത്തിന്റെ ശബ്ദം അവർക്കിപ്പോ നേരെ. പക്ഷെ ഇങ്ങനെ ഒരു കേരളത്തിൽ നിന്ന് വരുന്ന ഒരു അറബി പഠിച്ചിട്ടില്ലാത്ത ഒരു പാട്ടുകാരൻ യേശുദാസ് എന്ന പേരുമായിട്ട് വന്നിട്ട് ഇത്ര ഭംഗിയായിട്ട് ഈ ഭാഷ മൊഴിയുന്നത് എങ്ങനെ വലിയൊരു ആനന്ദമാണ്. ഇപ്പോ എനിക്ക് ഈ ഭാഷയുടെ പ്രശ്നം, ഞാനൊരു കുറച്ചു കാലം പ്രവാസിയായിരുന്നു. MA കഴിഞ്ഞിട്ട് അന്ന് മലയാളം MA പാസ്സായിട്ടൊന്നും പെട്ടെന്നൊന്നും ജോലി കിട്ടാനും വകുപ്പില്ല. അങ്ങനെ ജോലി കിട്ടിയില്ലേ വേണ്ട വെച്ചിട്ടാണ് ഞാൻ മലയാളം MAക്ക് പോയത്. ഞാനവിടെ ഒരു പാർസൽ കമ്പനിയിൽ മാനേജറായി. അന്ന് ഞാൻ ഈ രവികുമാർ കണ്ടില്ല. ഞാൻ ഉള്ള ഹക്ക് നിങ്ങളോട് പറയാ, ഞാൻ അവിടെ ജോലി ചെയ്തിട്ട് ഒരാഴ്ച എനിക്ക് വലിയ സങ്കടമായിരുന്നു. ഉമ്മയെ കാണാൻ പറ്റുന്നില്ല, മാതൃഭൂമി നേരം വിളിച്ചാകുമ്പോൾ കാണുന്നില്ല. അങ്ങനെ അപ്പോ ഞാൻ ഒരു ദിവസം വൈകുന്നേരം ഇങ്ങനെ പോകുമ്പോൾ ഒരു ബാർബർ ഷോപ്പിൽ നിന്ന് യേശുദാസ് പാടുകയാണ്. ഭാർഗവ നിലയത്തിലെ മനോഹരമായ താമസനന്തേ വരുവാൻ ഞാൻ സത്യം പറയാം കരഞ്ഞു. കാരണം മലയാളം ഇങ്ങനെ മധുരമായും വികാരാർദ്രമായും, ബഷീറിന്റെ ഭാവന, ഭാസ്കരന്റെ രചന, യേശുദാസിന്റെ ആലാപനം. അപ്പോ മലയാളം എന്ന് പറഞ്ഞ എന്താണ് എന്ന്, അതെങ്ങനെയാണ് ഒരു കരച്ചിലായിട്ട് എന്റെ തൊണ്ടയിൽ കുടിപാർക്കുക എന്ന് എനിക്ക് അന്ന്, അത് 75-ലാണ് ഞാൻ അനുഭവിച്ചത്. അപ്പോ ഈ മാതൃഭാഷാ ദിനാചരണം എന്ന് യുനെസ്കോ 2000 അത് വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ജീവിതത്തിലും രാഷ്ട്രീയത്തിലും സാമൂഹ്യ പ്രശ്നങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനമായൊരു സാധനം ഭാഷയാണ്. ഇവിടെ ആളുകൾ സംസാരിച്ചപ്പോ ജാതിക്കെതിരായിട്ടും മതവർഗീയതക്കെതിരായിട്ടും സാറിന്റെ ദേവരുടെ ആന എന്നുള്ള നാടകത്തില് മതേതരം എന്ന് പറയാൻ അറിയാത്തൊരു നേതാവുണ്ട്. മതരേതരം ഓർക്കുന്നത്. അപ്പോ സത്യത്തില് കേരളത്തിന്റെ സമാധാനം മുഴുവൻ ഇരിക്കുന്നത്, അതിന്റെ സ്വസ്ഥി ഇരിക്കുന്നത്, അതിന്റെ ശാന്തി ഇരിക്കുന്നത്, അവിടുത്തെ ജീവിതം ഇരിക്കുന്നത്, അവിടെ ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ നമ്മൾ ഒരേ ഭാഷ സംസാരിക്കുകയും ഒരേ ഭാഷ എഴുതുകയും ഒരേ ഭാഷയിൽ സ്വപ്നം കാണുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു കോഴ്സ്, അക്കാഡമിക് സ്റ്റാഫ് കോഴ്സ് ചെയ്യുമ്പോൾ രാവിലെ നടക്കാൻ പോയപ്പോൾ ഒരു ചെറുപ്പക്കാരനെ വഴി കണ്ടപ്പോൾ ഞാൻ പരിചയപ്പെട്ടത്. എൻ്റെ ഒരു സൂക്കാട് ഒരാളെ കണ്ടാൽ അപ്പൊ എന്താണ് പേര്, അക്ബർ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അയാൾ അവിടെ ഒരു വാച്ച്മാനാണ്. അപ്പൊ ഞങ്ങൾ ഒന്നിച്ച് നടക്കാം. അപ്പൊ ഇതിന്റെ തലേന്ന് രാത്രി ഞാൻ അവിടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ റിസർച്ച് ചെയ്യുന്ന ചന്ദ്രശേഖരൻ എന്ന തെലുങ്കനായ എൻ്റെ സുഹൃത്തിന്റെ സഹായത്തോടു കൂടി ശ്രീശ്രീയുടെ ഒരു കവിത വായിച്ച് അത് പരിഭാഷപ്പെടുത്തുന്ന വെറുതെ ഒരു കൗതുകത്തിൽ എന്താണ് തെലുങ്ക് ആധുനിക കവിത എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അക്ബറോട് ചോദിച്ചു, ഈ കവിയെ പറ്റി, അയാൾ ഗ്രാജുവേറ്റ് ആണ്, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അപ്പൊ അക്ബർ ശ്രീശ്രീ എന്ന് കേട്ടിട്ടില്ല. ഞാൻ ശരിക്കും ഞെട്ടി. കാരണം ഹൈദരാബാദിൽ, അതായത് ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനത്ത് ഒരു സർവകലാശാലയിൽ ഉദ്യോഗസ്ഥനായ ഗ്രാജുവേറ്റ് ആയ അക്ബർ എന്നൊരാള് ശ്രീശ്രീ കേട്ടിട്ടേ ഇല്ല. ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയ അക്ബർ, എന്താണ് നിങ്ങൾ പറഞ്ഞത്, എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് പഠിച്ചിട്ടില്ലേ, ഈ ശ്രീശ്രീ കേൾക്കാതെ പഠിക്കാൻ പറ്റും? അപ്പൊ അവിടെ അയാൾ പറഞ്ഞു, ഞാൻ ഉറുദു സ്കൂളിലാണ് പഠിച്ചത്, എനിക്ക് തെലുങ്ക് എഴുതാനും വായിക്കാനും അറിയില്ല. അപ്പോ കുമാരനാശാൻ എന്നോ എഴുത്തച്ഛൻ എന്നോ വൈലോപ്പിള്ളി എന്നോ എടശ്ശേരി എന്നോ കേൾക്കുമ്പോ അവിടെ ഏത് മതക്കാരനാണെങ്കിലും ജാതിക്കാരനാണെങ്കിലും ദേശക്കാരനാണെങ്കിലും തന്റെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് എന്ന് ആണ്. അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം. നമ്മൾ ഒരു സ്കൂളിൽ പഠിച്ചു. നമ്മൾ ഇപ്പോ എഴുത്തച്ഛനെ പറ്റി സൂക്കേട് വന്നാലോ മരണശയ്യയിൽ കിടക്കുമ്പോഴോ മരിച്ചാലോ ഒക്കെ അത് പാടുന്ന സമ്പ്രദായം, അല്ലെങ്കിൽ കർക്കിടകത്തിന് അത് വിളക്ക് വെച്ച് വായിക്കുന്ന സമ്പ്രദായം എല്ലാ വീട്ടിലും ഉണ്ടാവില്ല. പക്ഷെ എന്നതുകൊണ്ട് അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്റെ ഭാഗമല്ല എന്ന് എനിക്കോ എന്നെ പോലെ എത്ര ആൾക്കും ഒരിക്കലും തോന്നിയിട്ടില്ല. അപ്പൊ ഇതുപോലെ നമ്മള് എങ്ങനെയാണ് നമുക്ക് ഒരു ചെറിയ പരിധി വിട്ട് കലഹിക്കാൻ സാധിക്കുക? കാരണം നമ്മൾ ഒരു സ്കൂളിൽ പഠിച്ചു, ഒരേ മാഷയുടെയും ടീച്ചറുടെയും കീഴിൽ പഠിച്ചു, നമ്മൾ
ഒരേ തരം കലാരൂപങ്ങൾ. നമ്മൾ കഥകളി കണ്ടു, ഒപ്പന കണ്ടു, ചവിട്ടുനാടകം കണ്ടു, ഈ കവിതകളൊക്കെ വായിച്ചു, ഈ സിനിമകളൊക്കെ കണ്ടു, ഈ പാട്ട്, ഈ വയലാറിന്റെയും ഭാസ്കരന്റെയും പാട്ട്, ഇതെല്ലാം പൊതുവാണ്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, കേരളത്തെ മലയാളം നിർമ്മിച്ചു എന്നാണോ, മലയാളം കേരളത്തെ നിർമ്മിച്ചു എന്നാണോ എന്ന് നമ്മൾ വകതിരിച്ച് മനസ്സിലാക്കണം. ഞാൻ വിചാരിക്കുന്നത് നമ്മൾ മലയാളത്തെ ഉണ്ടാക്കുകയല്ല, മലയാളം നമ്മളെ ഉണ്ടാക്കുകയാണ് ചെയ്തത്. അതിന് വ്യത്യാസമില്ല. നമുക്കിപ്പോ നാഗാലാൻഡിൽ ഞാൻ വായിച്ചത്, അവിടുത്തെ നാഗാലാൻഡ് അവര് ക്രിസ്തുമതത്തിലേക്ക് മതം മാറി. അവര് വിചാരിക്കുന്നത് അവരുടെ മാതൃഭാഷ ഇംഗ്ലീഷാണ്. അപ്പോ മറാഠിയോ ഉറുദുവോ, തെലുങ്കോ ഉറുദുവോ, കർണാടകമോ ഉറുദുവോ എന്നൊരു വിഭജനത്തിലാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നമുക്ക് എവിടെയാണ് ഒരു പൊതുധാര, ഒരു പൊതുമണ്ഡലം, ഒരു കോമൺ സ്പേസ് ഉണ്ടാവുക?